ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 13 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ മോർ ദാൻ 50% 1 മന്തിനുള്ളിൽ ഇൻക്രീസ് ആയിരിക്കുന്നു. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കിലാണ്, അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ ഈ ഒരു സ്റ്റോക്കുകൾ ഇപ്പൊ സെൻസസ് 11.45% റിട്ടേൺ ആണ്. സെക്കൻഡ് ബെസ്റ്റ് മന്ത്ലി പെർഫോമൻസ് ആണ് 2020 സോഫാർ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈം, ഈ ഒരു 1 മന്തില് മോർ ദാൻ 50% ഗെയിൻ ചെയ്ത 13 സ്റ്റോക്കുകളുണ്ട്. അപ്പൊ അത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1000 crores ആണ്. അപ്പൊ ഈ ഒരു ഏതൊക്കെ സ്റ്റോക്കിലാണ് ഗെയിൻ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ടൻല പ്ലാറ്റ്ഫോം ആണ്. ടൻല പ്ലാറ്റ്ഫോം ഡീറ്റെയിൽസ് നോക്കാം. ടൻല പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് കറണ്ട് പ്രൈസ് 613 ആണ്. ഇപ്പോൾ ഗ്ലോബൽ ലീഡർ ആണ്, ലാർജസ്റ്റ് ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8334. ഡിവിഡൻഡ് yield 0.16%, ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ equity -23.5%, 52-week high 613 and 52-week low 37, ROCE -2.24.7. ഈ ഒരു സ്റ്റോക്ക് കുറേ കാലം താഴോട്ട് പോയിക്കൊണ്ടിരുന്ന സ്റ്റോക്കായിരുന്നു. ജൂലൈ 2020 ശേഷമാണ് ഗ്രോത്ത് വന്നത്. ഇപ്പൊ നല്ല ഒരു ഉയർവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റെഡ്യൂസ്ഡ് ഡെപ്റ്റ്, അതുപോലെ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക്, നല്ല ക്വാർട്ടർലി റിസൾട്ട് ഉണ്ട്. പിന്നെ അതുപോലെ ഡെപ്റ്റർ ഡേയ്സ് 89.29 നിന്നും 61.20 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് ആയി. പ്രൊമോട്ടർ ഹോൾഡിംഗ് 4.71% ലാസ്റ്റ് ക്വാർട്ടറിലേക്കാട്ടും ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ കമ്പനിയുടെ മീഡിയം സെയിൽസ് എന്ന് പറയും ലാസ്റ്റ് 10 years ആയിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. 26.83% ആണ് ഗ്രോ ആയിരിക്കുന്നത്. കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ്, എംഫസിസ്, L&T ടെക്നോളജി, കോഫോർജ്, ഹെക്സാവെയർ ടെക്നോളജി, ടാറ്റ LC, പെർസിസ്റ്റന്റ് സിസ്റ്റം തുടങ്ങിയ സ്റ്റോക്കിലാണ് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. അപ്പൊ ഇവരുടെ നിങ്ങളുടെ സെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 2017 മുതൽ സെപ്റ്റംബർ 2020 നല്ല ഒരു ഗ്രോത്ത് കാണും. 200 ഇരുന്ന സ്റ്റോക്കാണ് 583 ആയിട്ട് സെയിൽസ് ഇൻക്രീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിയാൽ 15 മുതൽ 98 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, അതുപോലെ ടോട്ടൽ അസറ്റ് 981 നിന്നും 1184 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയി 39.92, നേരത്തെ 35 ആയിരുന്നു. FII/DI ഇൻക്രീസ് ആയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ തൻല പ്ലാറ്റ്ഫോം നവംബർ സ്റ്റോക്കിൽ 88% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. നവംബർ 27 325 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 612. ഏകദേശം 50% ഇൻക്രീസ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് തോമസ് കുക്ക് ആണ്. ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് 77% ആയിരിക്കുകയാണ്. ദറ്റ് ഈസ് 47.15. ഇപ്പോൾ ലാസ്റ്റ് ഇയർ അത് ട്രേഡ് ചെയ്തിരിക്കുന്ന ഒക്ടോബർ മാസത്തിൽ 26 ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 50%, 47 ആയിട്ട് ഇൻക്രീസ് ആയി. ഇപ്പോൾ തോമസ് കുക്ക് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. തോമസ് കുക്ക് മെയിൻലി ഇവരുടെ ട്രാവൽ റിലേറ്റഡ് ആൻഡ് സർവീസ് ആണ് ഇവരുടെ ബിസിനസ് വരുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1787 crores. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ₹47.2. 52-week ഹൈ ദർ ഇസ് 75 rupees and 52-week low 21. ബുക്ക് വാല്യൂ 38.9, ഫേസ് വാല്യൂ 1, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 0.09%, ROCE 1.21% ആണ്. ഇവരുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ് ഗ്രാഫ് വന്നിട്ട് പിന്നെ ഒരു ഗെയിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യം ഇന്ന് സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 10 years ആയി 26.24%. ഡെപ്റ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിരിക്കുന്നു, 33 to 25 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ട്രാവൽ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇന്ദ്രായണി ബയോടെക്, ട്രാൻസ്പോർട്ട്, കോക്സ് ആൻഡ് കിങ്സ്, വി ഹോളിഡേയ്സ്, ട്രേഡ് വിങ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇവരുടെ സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ്, അതുപോലെ FII/DI കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല ഈ ഒരു സ്റ്റോക്കിന്. ബട്ട് ഇവരുടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആയിരിക്കും മോർ ദാൻ 50%. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പുരാവങ്കര.
ഈ ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് പ്രൈസ് 73% ആയിരിക്കുകയാണ് ടു 74.30. അപ്പോൾ ലാസ്റ്റ് മന്ത് 43 ഉണ്ടായിരുന്നു, ഈ മാസം അത് 73% ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കുറുവാങ്കര ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് മെയിൻലി റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് വരുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1757. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ₹74. 52 വീക്ക് ഹൈ 79, 52 വീക്ക് ലോ 28. ദെൻ ബുക്ക് വാല്യൂ 79, ഫേസ് വാല്യൂ 5, റിട്ടേൺ ഓൺ equity 4.68, ROCE 10.4% ആണ്. ഒരു മാർച്ച് ഡിപ്പിന് ശേഷം തിരിച്ച് അപ് ലോ അങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. പിന്നെ നവംബറിൽ നല്ല ഒരു ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. റെഡ്യൂസ്ഡ് ഡെപ്റ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ചെയ്യുന്നത് 0.93 ടൈംസ് ബുക്ക് വാല്യൂ. ഇത് രണ്ടുമാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് കൺസ്ട്രക്ഷൻ റിയാലിറ്റി ആ ഒരു സെക്ടറിൽ DLF, അതുപോലെ ഒബ്രോയ് റിയാലിറ്റി, ഫിനിക്സ് മിൽസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, പിന്നെ NBCC, സൺടെക് റിയാലിറ്റി, ഇതാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. സെയിൽസ് കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ജൂൺ മാസത്തിനേക്കാളും സെപ്റ്റംബറിൽ ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 58 നിന്നും 71 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പബ്ലിക് അതുപോലെ FII, DA എല്ലാം ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ് ആയിട്ടാണ്, മോർ ദാൻ 50%. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ആണ്. സ്റ്റോക്ക് പ്രൈസ് 69% ടു ₹23.91. ലാസ്റ്റ് മന്തിൽ 14 ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നാലാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് കെയർ റേറ്റിംഗ്സ് ആണ്. ഈ ഒരു സ്റ്റോക്ക് 69% ആണ് കൂടിയിരിക്കുന്നത്, 503.40. ലാസ്റ്റ് മന്തിൽ 298.60 ആയിരുന്നു. ഒരു മന്തിൽ ഏകദേശം മോർ ദാൻ 50% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. കെയർ റേറ്റിംഗ്സ് ലിമിറ്റഡ് മെയിൻലി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഇവർ ഫിനാൻഷ്യൽ സർവീസസ് അതുപോലെ സെക്യൂരിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത്. കറണ്ട് പ്രൈസ് 502 ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1478. 52 വീക്ക് ഹൈ 727, 52 വീക്ക് ലോ വരുന്നത് 235. ഡിവിഡൻഡ് yield 3.89%, ബുക്ക് വാല്യൂ 194. ദെൻ സ്റ്റോക്കിന്റെ PE വരുന്നത് 18.8 ആണ്. റിട്ടേൺ ഓൺ equity 16.1, ഫേസ് വാല്യൂ 10, ROCE 20.2%. അപ്പോൾ ഒരു മാർച്ച് ഡിപ്പിന് ശേഷം ഒരു അപ്ലോ പോലത്തെ ഗ്രാഫ് നവംബറിൽ ഏകദേശം പിന്നെയും ഡിപ്പായി, പിന്നെ ഇപ്പൊ വീണ്ടും ഗ്രോ ആകുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് 77.93. പിന്നെ അത് ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ equity ഉണ്ട് 23.44. ഇതാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. പിയർ കമ്പാരിസൺ ക്രിസിൽ, ICRI, ഇതാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. സെയിൽസ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ജൂൺ മാസം 37 ആയിരുന്നു, സെപ്റ്റംബറിൽ 76 ഇൻക്രീസ് ആയി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 5 42 ഇൻക്രീസ് ആയിരിക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് 9 നിന്നും 35 ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുക. ടോട്ടൽ അസറ്റ് 680 നിന്നും 651 ആയിട്ട് ഇൻക്രീസ് ആയി. ഇപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 60% ഇൻക്രീസ് ആയിരിക്കുന്നു, 113.45. ലാസ്റ്റ് മന്തിൽ 71 റുപ്പീസ് ആയിരുന്നു, ഇപ്പൊ അത് 113 ആയിട്ട് മോർ ദാൻ 60% ഇൻക്രീസ് ആയിരിക്കുന്നു. അപ്പൊ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മെയിൻലി ഇവർ എൻഗേജ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രോളിക് മൊബൈൽ ക്രെയിൻസ്, അതുപോലെ മാനുഫാക്ചറിങ്, അതുപോലെ മൊബൈൽ ടവർ ക്രെയിൻസ്, റോഡ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്, മോട്ടോർ ഗ്രേഡ്സ്, അഗ്രികൾച്ചർ എക്യുപ്മെന്റ്, ട്രാക്ടർ, ഹാർവസ്റ്റർ, ഇതൊക്കെയാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ ബിസിനസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1286 crores. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 113 ആൻഡ് 52 വീക്ക് ഹൈ 116 ആൻഡ് 52 വീക്ക് ലോ 31.4 ആണ്.
Dividend yield 0.44%, face value 2, then return on equity 11.7% ഉണ്ട്. ബുക്ക് വാല്യൂ 39.9, ROC 16.1%. ഇനി നമുക്ക് കമ്പനിയുടെ പെർഫോമൻസ് ചാർട്ട് നോക്കാം. അപ്പോൾ ഒരു ഗ്രോയിങ് ചാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ആഫ്റ്റർ ദ മാർച്ച് ഡിപ്പിന് ശേഷം. അപ്പോൾ നല്ല ഒരു പ്രോഫിറ്റ് ആണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് CAGR 70.95% ഉണ്ട്, വിച്ച് ഇസ് എ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് തെർമാക്സ്, ഭാരത് ഡൈനാമിക്സ്, GMM പിഫ്ലോഡർ, ദെൻ ISGC ഹെവി തുടങ്ങിയ സ്റ്റോക്കിലാണ് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസം 101, സെപ്റ്റംബറിൽ 268 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് -4 നിന്നും 15 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ബാലൻസ് ഷീറ്റ്, ടോട്ടൽ അസറ്റ്, അതുപോലെ എല്ലാം, പിന്നെ അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടേഴ്സ്, FIIDI ഇൻക്രീസ് ആയിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി ഗ്യാസ് ആണ്. അദാനി ഗ്യാസിന്റെ സ്റ്റോക്ക് പ്രൈസ് 58% ഇൻക്രീസ് ആയിരിക്കുന്നു. ദാറ്റ് ഈസ് ₹348 ആണ് നവംബർ മാസം. ലാസ്റ്റ് മന്ത് 220.45 ആണ്. അപ്പൊ അദാനി ഗ്യാസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അദാനി ഗ്യാസ് ലിമിറ്റഡ് മെയിൻലി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവരുടെ ബിസിനസ് വരുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 38,262. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 348. 52-week ഹൈ 366 ആൻഡ് 52-week ലോ 76 ആണ്. ഡിവിഡൻഡ് yield 0.07%, ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ equity 33.5, then book value 15 and ROC 34.5% ആണ്. ഈ ഒരു സ്റ്റോക്കിൽ സ്റ്റഡി നമുക്ക് ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കുന്നു. പിയർ കമ്പാരിസൺ ഗെയിൽ, പെട്രോനോട്ട് LNG, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, ദീപ് എനർജി തുടങ്ങിയ സ്റ്റോക്കിലാണ്. ഇപ്പോൾ സെയിൽസ് നല്ലോണം ഇൻക്രീസ് ആയി തന്നെ പറയാം. ജൂൺ മാസം 197 ഉണ്ടായിരുന്നത് 418 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 77 നിന്നും 210 ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 39 നിന്നും 134 ഇൻക്രീസ് ആയിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബജാജ് ഫിൻസർവ് ആണ്. സ്റ്റോക്കിന്റെ പ്രൈസ് 57% ഇൻക്രീസ് ആയി 8,755 ആണ്. ലാസ്റ്റ് മന്തില് ഒക്ടോബർ മാസം 5,573 ആയിരുന്നു. ഇപ്പൊ അത് 8,000 ആയി. മോർ ദാൻ 57% ആണ്. അപ്പൊ ബജാജ് ഫിൻസർവിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ബജാജ് ഫിൻസർവ് മെയിൻലി ലീഡിംഗ് പോർട്ട്ഫോളിയോ SMEs, അതുപോലെ കമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ്, അർബൻ റൂറൽ ഏരിയ, അതാണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. കറണ്ട് പ്രൈസ് 8,759, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,39,385. 52-week ഹൈ വരുന്നത് 10,297, 52-week ലോ 3,985. ഡിവിഡൻഡ് yield 0.06% ആണ്. ഫേസ് വാല്യൂ 5, റിട്ടേൺ ഓൺ equity 21.8%, ROCE 12.6% ആണ്. ഈ ഒരു സ്റ്റോക്ക് ജൂലൈ മാസം മുതലാണ് കുറച്ചൊന്ന് ഗ്രോ ആയത്. നവംബറിൽ കുറച്ചുകൂടെ ഇൻക്രീസ് ആയത്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ട്. CAGR 20.03%. സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് മീഡിയൻ 29.65 ഉള്ള സ്റ്റോക്കാണ്. കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ബജാജ് ഫൈനാൻസ്, SBI കാർഡ്, HDFC AMC, മുത്തൂറ്റ് ഫൈനാൻസ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ്, ബജാജ് ഹോൾഡിംഗ് തുടങ്ങിയ സ്റ്റോക്കിലാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വാർട്ടർലി റിസൾട്ട് ലാസ്റ്റ് മന്തിനെ കാട്ടി നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് വർക്ക് ആണ്. വർക്ക് ഹാർഡിന്റെ സ്റ്റോക്ക് പ്രൈസ് 55% കൂടിയിരിക്കുന്നു, ₹451.90. ലാസ്റ്റ് മന്തിൽ 291.40 ആയിരുന്നു. അപ്പോൾ വർക്ക് ഹാർഡ് ആണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനി, ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് 55% ഇൻക്രീസ് ആയിരിക്കുന്നു. ദാറ്റ് ഇസ് 1,071. ലാസ്റ്റ് മന്തിൽ 692 ആയിരുന്നു. ഇപ്പൊ അത് 1,071 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനി. ദെൻ IG പെട്രോ കെമിക്കൽസ് ഫോക്കസ് ചെയ്യുക. 53% കൂടിയിരിക്കുകയാണ്, 445.35. ലാസ്റ്റ് മന്തിൽ 290 ഉണ്ട്. അപ്പൊ ഏകദേശം 53% ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇൻക്രീസ് ആയിരുന്നു, IG പെട്രോ കെമിക്കൽസ്. ദെൻ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് SH കേൾക്കാർ ആൻഡ് കമ്പനിയാണ്. 53% സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആയിരിക്കുന്നു, 130.35 ആണ്
ലാസ്റ്റ് മന്തിൽ 85.25 ആയിരുന്നു ഇതിന്റെ പ്രൈസ് വരുന്നത്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കോവൈ മെഡിക്കൽ സെന്റർ ആൻഡ് ഹോസ്പിറ്റൽ. മോർ ദാൻ 50% ഇൻക്രീസ് ആയിരിക്കുന്നു. 1082 ആണ് സ്റ്റോക്ക് പ്രൈസ് വരുന്നത്. ലാസ്റ്റ് മന്തിൽ 721 ആണ്. നമുക്ക് കോവൈ മെഡിക്കൽ സെന്റർ ആൻഡ് ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ ഇവര് മെയിൻലി ബിസിനസ് ഓഫ് ഹെൽത്ത് കെയർ സെക്ടർ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1184. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1082. 52 വീക്ക് ഹൈ വരുന്നത് 1099. 52 വീക്ക് ലോ 501. ഡിവിഡൻഡ് ഈൽഡ് 0.28% ഉണ്ട്. ഫേസ് വാല്യൂ 10. റിട്ടേൺ ഓൺ ഇക്വിറ്റി 24.5. ബുക്ക് വാല്യൂ 394. ROCE 15.3% ആണ്. ഇവരുടെ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഹിസ്റ്ററി നോക്കിയാൽ മാർച്ചിൽ ഒരു ഡിപ്പ് ഉണ്ട്, അതിനുശേഷം നമുക്കൊരു ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കുന്നു. ദെൻ കമ്പാരിസൺ അപ്പോളോ ഹോസ്പിറ്റൽ, ഡോക്ടർ ലാജ്പത് ലാബ്, ഫോർട്ടിസ്, മെട്രോപോളിസ് ഹെൽത്ത്, നാരായണ ഹൃദ്വാലയ, ആസ്റ്റർ DM ഹെൽത്ത് ആണ്. ക്വാർട്ടർലി റിസൾട്ട് കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 2-ൽ നിന്നും 29 ആയിട്ട് ഇൻക്രീസ്. അപ്പൊ ഈ 13 സ്റ്റോക്കിലാണ് ഒരു മാസത്തിൽ മോർ ദാൻ 50% ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.